NCPയുടെ നേതാക്കളിൽ പലരും പല കോണുകളിൽ തിരിഞ്ഞിരിക്കുകയാണ്. മുഴവൂർ വിജയൻ ജീവിച്ചിരുന്നപ്പോൾ അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ പാർട്ടിക്കകത്ത് തന്നെ അള്ളുവെച്ച നേതാവ് തോമസ് ചാണ്ടിയാണ്. അതായത് ഇപ്പോഴത്തെ കുട്ടനാട് MLA ആയ തോമസ് കെ തോമസിൻ്റെ സഹോദരനാണ് എന്ന് എല്ലാവരും പറയാറുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ NCPയിൽ വേറെ രീതിയിൽ പ്രശ്നങ്ങൾ ഉടലെടുത്തിരിക്കുന്നു. നമുക്കറിയാം PC ചാക്കോ NCP വിട്ടിറങ്ങുന്നു. അതുപോലെ തന്നെ നിരവധിയായ നേതാക്കൾ തമ്മിൽ പ്രശ്നങ്ങൾ അതിസങ്കീർണമാകുന്നു. CPM-ഉം NCPയും തമ്മിലുള്ള സഹകരണം വഷളായി എന്ന് മനസ്സിലായപ്പോൾ തന്നെ മാണി സി കാപ്പൻ UDF-നോടൊപ്പം ചേർന്ന് NCPയിൽ നിന്ന് രാജിവെച്ച് അദ്ദേഹം പാലായിൽ UDF പിന്തുണയോടുകൂടി 16,000-ഓളം വോട്ടുകൾക്ക് ജോസ് കെ മാണിയെ തകർത്തെറിഞ്ഞു. ഇപ്പോൾ കൃത്യമായും മാണി സി കാപ്പനോടൊപ്പം തന്നെയാണ് കേരളത്തിലെ ഘടകം മുഴുവൻ, NCPയുടെ ഔദ്യോഗിക ഘടകം മുഴുവൻ എന്ന് വ്യക്തമാകുന്ന രാഷ്ട്രീയ ചുവയാണ് വന്നിരിക്കുന്നത്. നമുക്കറിയാം സജി മഞ്ഞക്കടമ്പിൽ അദ്ദേഹം ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിലേക്ക് എത്തിയിരിക്കുകയാണ്. അദ്ദേഹം അൻവറുമായി സഹകരിച്ച് മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചത്. നേരത്തെ NDAയുടെ ഭാഗമായിരുന്ന ഡെമോക്രാറ്റിക് കേരള കോൺഗ്രസിൻ്റെ ഭാഗമായിരുന്ന സജി മഞ്ഞക്കടമ്പിൽ വലിയ തോതിൽ ജോസ് കെ മാണിയും അതോടൊപ്പം തന്നെ UDF-ഉമായി പ്രശ്നമായി വലിയ സങ്കീർണതയിലേക്ക് നീങ്ങിയതാണ്. എന്നാൽ സജി മഞ്ഞക്കടമ്പിൽ കൃത്യമായി പറയുന്നു, തനിക്ക് കോൺഗ്രസ് പ്രവർത്തകരുമായി വലിയ അടുപ്പമാണ്. തൃണമൂൽ കോൺഗ്രസിലേക്ക് എത്തുന്നത് തീർച്ചയായും UDF-ന് കൂടുതൽ ഗുണം ചെയ്യും എന്ന വാക്യമാണ് സജി മഞ്ഞക്കടമ്പിൽ പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം UDF-ൽ ഘടകകക്ഷികളുടെ എണ്ണത്തിൽ കൂടുതലുണ്ടെങ്കിലും അവരിൽ പലർക്കും MLA-മാർ ഇല്ല. ഉദാഹരണത്തിന് RSP, അവർക്ക് MP ആയി NK പ്രേമചന്ദ്രൻ ഉണ്ട് എന്നുള്ളത് മാത്രമാണ് ഏക ആശ്വാസം. അവർക്ക് നിയമസഭയിൽ ഒരു പ്രാതിനിധ്യം പോലുമില്ല. അതുപോലെ UDF-മായി സഹകരിക്കുന്ന ചില പാർട്ടികൾ അവർ പൂർണ്ണമായും UDF-കാരാണോ എന്ന് ചോദിച്ചാൽ ഇടതുപക്ഷത്തിനോടുള്ള വിരോധം കാരണം സഹകരിക്കുന്നു എന്നത് മാത്രം. അതിലൊന്ന് RMP ആണ്, റവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടി. KK രമയാണ് ഏക MLA, വടകരയിൽ നിന്നുള്ള MLA ആണ്. എന്നാൽ വടകരയിൽ ഷാഫി പറമ്പിലിൻ്റെ മിന്നുന്ന വിജയത്തിൽ വലിയ പങ്ക് വഹിച്ച വ്യക്തിയാണ് KK രമ. അതുകൊണ്ട് തന്നെ RMP UDF-ന്റെ അവിഭാജ്യ ഘടകമായി തന്നെ തുടരുകയാണ്. നിലവിൽ CPIM-നെ തകർക്കണമെങ്കിൽ കൂട്ടായ പരിശ്രമം കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന തിരിച്ചറിവാണ് കോൺഗ്രസിനെ മുന്നോട്ട് നയിക്കുന്നത്. നമുക്കറിയാം ഉത്തര ഇന്ത്യയിൽ UP-യിൽ കഴിഞ്ഞ തവണ ഏറ്റവും കൂടുതൽ വോട്ട് ഷെയർ നേടിയത് ലോക്സഭയിൽ BJP തന്നെയാണ്. എന്നാൽ സീറ്റുകളുടെ എണ്ണത്തിൽ സമാജ്വാദി പാർട്ടി മുന്നേറിയത് കോൺഗ്രസ് വോട്ട് കൂടി ചേർന്നുകൊണ്ടാണ്. കോൺഗ്രസിന് അവിടെ 6 ലോക്സഭാ സീറ്റും 12% വോട്ട് ഷെയർ നേടാൻ കഴിഞ്ഞത് നിസ്സാര കാര്യമായി കണക്കാക്കാൻ കഴിയില്ല. ബഹുജൻ സമാജ് പാർട്ടിയെ വരെ, അതായത് മായാവതിയുടെ BSPയെ വരെ തകർത്തെറിഞ്ഞുകൊണ്ട് കോൺഗ്രസ് സമാജ്വാദി പാർട്ടി കോംബോ മുന്നേറിയതുപോലെ തന്നെ കേരളത്തിൽ UDF ഒറ്റക്കെട്ടായി നിൽക്കണം എന്ന അഭിപ്രായമാണ് UDF-ന്റെ കൺവീനറായിട്ടുള്ള ബെന്നി ബെഹനാൻ പറഞ്ഞിരിക്കുന്നത്.